ഹലോ നമസ്കാരം, എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ട്ണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. പക്ഷേ ഈസി ആയിട്ടുള്ള റെസിപ്പി, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതായത് മട്ടൺ ചില്ലി ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഈസിയാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഇതിന് 1/2 കിലോ മട്ടനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലുള്ള മട്ടനായാലും എല്ലില്ലാത്തായാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം നമ്മളിത് മസാലയൊക്കെ മാരിനേറ്റ് ചെയ്ത് കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ മസാല ആഡ് ചെയ്യേണ്ട മസാല ഏതാണെന്ന് ഞാൻ പറയാം. ഇതിലേക്കുള്ള മസാല 3.5 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ സ്പൂണാണ്, ടേബിൾ സ്പൂണല്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണോളം മല്ലിപ്പൊടി കേട്ടോ, മല്ലിപ്പൊടി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂണോളം ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ. ഇതിന് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഞാൻ. ഇനി നന്നായി കൈ വെച്ചിട്ട് നന്നായി തിരുമ്മി കൂട്ടണം കേട്ടോ. ഇത് നമ്മുടെ മസാലയൊക്കെ നന്നായി തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇറച്ചിയിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം വെച്ച ശേഷം നമുക്കിത് കുക്കറിൽ, സാധാരണ കുക്കറിൽ ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 വിസിൽ വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു 5 വിസിൽ വരുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഈ മസാല കൂട്ടിലേക്ക് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. 1 സ്പൂണ് വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട്. മട്ടൺ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് പുളിയും കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് വേണം നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മട്ടനൊക്കെ വേവിച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. മട്ടൺ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 3 സ്പൂൺ കേട്ടോ. ഇത് വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് വരിക. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണല്ലോ. അപ്പോൾ ഈ ഓയിലിൽ കിടന്നിട്ട് തന്നെ ഫ്രൈ ആയിട്ട് നമ്മുടെ മട്ടൺ പീസുകളൊക്കെ ഫ്രൈ ആയിട്ട് വരണം. നന്നായിട്ട് വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായി എണ്ണ തെളിഞ്ഞ് നന്നായി ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് മട്ടൺ പീസ് ഇട്ട് കൊടുക്കാം. മട്ടൺ പീസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഓയിലിൽ കിടന്നിട്ട് നന്നായി ഫ്രൈ ആയിട്ട് വരണം. ഓൾറെഡി നമ്മുടെ ഇറച്ചി കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുള്ളതാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് തീ നന്നായി കൂട്ടി വയ്ക്കുക. നന്നായി ഫ്രൈ ആയിട്ട് വന്നാൽ മതി കേട്ടോ. മട്ടൺ നന്നായി ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. ഇതിലുള്ള ചെറുതായിട്ടുള്ള വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായി ഫ്രൈ ആവണം. ഇത് നാളികേരക്കൊത്തിൻ്റെയും അതുപോലെ തന്നെ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചോറിൻ്റെ കൂടെ കഴിക്കാനായാലും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായാലും ഭയങ്കര ടേസ്റ്റാണ്. മട്ടനിലുള്ള വെള്ളമൊക്കെ ഏകദേശം വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർക്കണം. ഉണക്കമുളകും ചേർക്കണം കേട്ടോ. പച്ചമുളക് ചേർക്കാം. എനിക്ക് കുറച്ച് പച്ചമുളക്, അതായത് 3 പച്ചമുളക് ചെറുതായി കനം കുറഞ്ഞരിഞ്ഞ കേട്ടോ. വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും, ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി കൂട്ടി ഇളക്കാം. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മട്ടൺ ചില്ലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസും ആവശ്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്.